ഉണ്ടാക്കാൻ പോകുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സോയാബീൻ ഫ്രൈ ആണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് സോയാബീൻ, അത് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് ഞാനിപ്പോൾ ഒരു 200 ഗ്രാം സോയാബീനാണ് എടുത്തിരിക്കുന്നത്. ആ സോയാബീൻ ചെറിയ ചെറിയ കുഞ്ഞു ബോളിൻ്റെ രൂപത്തിലുള്ള സോയാബീനാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വലിയ സോയാബീനാണ് ഇഷ്ടം, എന്നിട്ട് അത് മുറിച്ചിടുന്നതാണ് ഇഷ്ടം. പക്ഷേ ഇതിപ്പോൾ നമ്മുടെ സൗകര്യത്തിന് വേണ്ടിയിട്ട് ചെറിയ ബോൾസാണ് ഇപ്രാവശ്യം ഹസ്ബൻഡ് മേടിച്ചിട്ട് വന്നത്. ഇത് നോക്ക്, ഇത് ഞാനൊരു 1 അവർ സാധാരണ നമ്മളുടെ പൈപ്പിലെ വെള്ളത്തിൽ കുതിർത്താൻ വച്ചിരുന്നു. അതിനുശേഷം ഞാൻ കുറച്ച് വെള്ളം തിളപ്പിച്ച് അതിനകത്തേക്ക് ഉപ്പ് ഇട്ടിട്ട് അത് നന്നായിട്ട് തണുത്ത വെള്ളത്തിൽ ഞാൻ കഴുകിയെടുത്തതിന് ശേഷം തിളച്ച വെള്ളത്തിനകത്തേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് ഈ സോയാബീൻ എഗെയിൻ ഇതിനകത്ത് വച്ചേക്കുവാണ്. ഇനി ഇത് നമ്മൾ നല്ലോണം ഒന്നുകൂടി നന്നായിട്ട് വാഷ് ചെയ്ത് നല്ല പിഴിഞ്ഞ് എടുത്തിട്ടാണ് ഇത് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് മുന്നായിട്ട് ഞാൻ ഇവിടെ നല്ല കട്ടിയുള്ളൊരു പാത്രമാണ് ഞാൻ എടുത്തേക്കുന്നത്. എനിക്ക് ഈ ഒരു ചീനച്ചട്ട ഉണ്ടെങ്കിലാണ് ഇതിനകത്ത് ഇങ്ങനെയുള്ള ഫ്രൈ ഒക്കെ ഉണ്ടാക്കിയാൽ എനിക്കൊരു തൃപ്തി വരുള്ളൂ. കാരണം അതിൽ കിടന്ന് മുരിഞ്ഞ് അധികം എണ്ണ വേണ്ട, പക്ഷേ അതിൽ കിടന്ന് മുരിഞ്ഞ് വരുമ്പോൾ കുട്ടികൾക്ക് അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണ്. അപ്പോൾ പെട്ടെന്ന് അടി ചോട്ടി പിടിക്കില്ല, കരിയില്ല, അങ്ങനെ ഒരു ഗുണമുണ്ട്. അപ്പോൾ ഇത് ഞാൻ കുറച്ച് വറ്റൽമുളകൊക്കെ ഇട്ടിട്ട് കടുക് വറുത്ത് ഒരു 3 മീഡിയം സവോള കുത്തിയരിഞ്ഞത് ഇട്ട് ഇതൊന്ന് വഴറ്റാൻ വേണ്ടി വയ്ക്കുകയാണ്. ആ സമയത്തിന് ഞാൻ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമ്മളുടെ മിക്സിയുടെ ചെറിയ ജാറിനകത്തേക്ക് ഇട്ട് പേസ്റ്റ് ആക്കിയിട്ട് അതുകൂടി ഇതിനകത്തേക്ക് മിക്സ് ചെയ്യും. ഇത്രയും ഇഞ്ചി വെളുത്തുള്ളിയാണ് ഞാൻ ഇട്ടേക്കുന്നത്. ഇനി ഇത് നമുക്കൊന്ന് പേസ്റ്റ് ആക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ഞാൻ ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്ത് ഇതെല്ലാം നന്നായിട്ട് വഴറ്റാൻ പോവുകയാണ്. അപ്പോൾ ഇത് വഴറ്റുന്നതിനോടൊപ്പം ഇതിനകത്തേക്ക് ഞാൻ ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പിൻ്റെ അളവൊന്നും നമുക്ക് വീട്ടമ്മമാർക്ക് പറയേണ്ട കാര്യമില്ല. അവർക്കറിയാം ഒരു കറി ഉണ്ടാക്കുമ്പോൾ അതിനാവശ്യത്തിന് എത്ര ഉപ്പ് വേണമെന്ന്. അതിനാവശ്യത്തിനുള്ള കുറച്ച് ഉപ്പിട്ട്, കാരണം ഉള്ളി പെട്ടെന്ന് വഴറ്റാനും നമുക്ക് പറ്റും. ഉള്ളി ഒരുവിധം ഒരു ഗോൾഡൻ കളറായി മാറിയിട്ടുണ്ട്. ഇനി സോയാബീനും കൂടി ഇട്ട് ഇത് കുറേ നേരം ഞാൻ ലോ ഫ്ലെയിമിൽ വയ്ക്കാനുള്ളതാണ്. അപ്പോൾ ബാക്കിയുള്ളത് അത് അവിടെ ഇരുന്ന് ഒന്നുകൂടെ ആയിക്കോളും. എന്തായാലും നമ്മളുടെ പൊടികളൊക്കെ ഇടാനുള്ള പാകത്തിന് ഉള്ളി വഴറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ബാക്കി നമ്മളുടെ പൊടികളൊക്കെ ഇടാം. ഞാൻ ഇതിനകത്തേക്ക് ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇടുവാണ്. ഞാൻ വീട്ടിൽ തന്നെ പൊടിപ്പിച്ച മല്ലിപ്പൊടിയാണ്. ഒരു കട്ട വന്നിട്ടുണ്ട് അതിനകത്തേക്ക്. 2 ടീസ്പൂൺ മല്ലിപ്പൊടി, നമ്മളുടെ കുട്ടികളുടെ എരിവിന് ആവശ്യമായിട്ടുള്ള ഞാൻ ഇപ്പോൾ ഒരു 3/4 ടീസ്പൂൺ മുളക് പൊടിയാണ്. ഞാനിത് കാശ്മീരി മുളകാണ്. പിന്നെ കാരണം ഇതിനകത്തേക്ക് നമ്മളൊരു കുറച്ച് കുരുമുളക് കൂടി ചേർക്കുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ഞാൻ വീട്ടിൽ തന്നെ പൊടിച്ച് വച്ചിരിക്കുന്ന ഗരം മസാല ഉണ്ട്. ആ ഗരം മസാല കൂടി ഇട്ട് കൊടുക്കുവാണ്. ഗരം മസാല ഞാനൊരു 1/2 ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുട്ടികൾക്കൊരു ഇച്ചിരി ചിക്കൻ മസാല ഇട്ട് കഴിഞ്ഞ് അത് ഞാൻ വെളിയിൽ നിന്ന് മേടിച്ച് വച്ചേക്കുന്നതാണ്. അതുകൂടി ഇട്ട് കൊടുത്തതിന് അവർക്ക് കുറച്ച് ടേസ്റ്റ് ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ കുറച്ചൊരു ചിക്കൻ മസാല കൂടി, അത് വേണ്ട എന്നുള്ളവർക്ക് അത് അവോയ്ഡ് ചെയ്യാം. ഗരം മസാല മാത്രം മതി. എന്നിട്ട് ഇതെല്ലാം കൂടി ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. പൊടികളുടെയൊക്കെ പച്ചമണം നന്നായിട്ട് മാറി വന്നു. ഞാനപ്പോൾ അതിനകത്തേക്ക് 3 ഒരു മീഡിയം സൈസിലുള്ള 3 തക്കാളി ഇടുവാണ്. വലിയ തക്കാളി ആണെങ്കിൽ 2 ഇട്ടാൽ മതി. എനിക്ക് തക്കാളിയുടെ തൊലി നല്ലവണ്ണം കളഞ്ഞ്, ദാറ്റ് മീൻസ് പീൽ ചെയ്തിട്ട് വേണം എനിക്ക് തക്കാളി എടുക്കാൻ, അല്ലെങ്കിൽ എനിക്കൊരു മനസ്സമാധാനമില്ല. ഞാനത് കാരണം 3 തക്കാളിയുടെയും തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ട്. ഞാനത് ചെറിയ ചെറിയ പീസസ് ആയിട്ട് ഇതിനകത്തേക്ക് കട്ട് ചെയ്തിടാൻ പോവുകയാണ്. ചെറുതായി ഞാൻ ഈ തക്കാളിയൊക്കെ അരിഞ്ഞ് ഇതിനകത്തേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി ഇതും നല്ലപോലെ വഴറ്റിയെടുക്കണം നമ്മൾ. തക്കാളി വഴന്ന് വരുന്ന സമയത്തേക്ക് ഞാൻ ലോ ഫ്ലെയിമിൽ ഇട്ട് വച്ചേക്കുവാണ്. കരിഞ്ഞു പിടിക്കാണ്ട് എല്ലാവരും ശ്രദ്ധിക്കണം. എൻ്റെ കരിയില്ല, ഞാൻ പറഞ്ഞു കട്ടിയുള്ള പാത്രം ആയതുകൊണ്ട്. ഞാനിപ്പോൾ ഒരു കയ്യിൽ മൊബൈലും പിടിച്ചിട്ട് മറ്റേ കൈ കൊണ്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ട് വീഡിയോ എടുക്കാൻ ഇപ്പോൾ ഇവിടെ ആരുമില്ല, അതുകൊണ്ട് ഞാൻ തന്നെയാണ് ഇതെല്ലാം ചെയ്യുന്നത്. അതുകൊണ്ട് അത് ഞാൻ ലോ ഫ്ലെയിമിൽ ഇട്ടേക്കുവാണ്. ആ സമയത്ത് ഞാൻ ഇത് നന്നായിട്ട് കുറേ പ്രാവശ്യം കഴുകിയതാണ്. ചൂടുവെള്ളത്തിലിട്ടും കഴുകി ഞാൻ പിന്നെ കുറച്ച് നല്ല പച്ചവെള്ളം ഒന്നുകൂടെ ഒഴിച്ചേക്കും. എനിക്ക് എൻ്റെ ആ ഒരു പത പോലെയുള്ളത് പോയാലേ എനിക്കൊരു സമാധാനമുള്ളൂ. അത് ഞാൻ എന്നിട്ട് നന്നായിട്ട് പീച്ചെടുക്കും. നന്നായിട്ട് പിഴിഞ്ഞ്
വെള്ളം കളയണം. ഞാൻ ഒരു പ്രാവശ്യം പിഴിഞ്ഞ് ഒരു പാത്രത്തിലേക്ക് ഇടും. എന്നിട്ട് ഇത് അഗെയിൻ ചീനച്ചട്ടിയിലോട്ട് ഇടുമ്പോൾ വീണ്ടും ഞാനത് പിഴിഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. കാരണം അതിൽ വെള്ളം ഉണ്ടായിരിക്കും. അത് ഓൾറെഡി ഇത് വെന്തിരിക്കുവാണ്. പച്ചവെള്ളത്തിലിട്ട് കുതിർത്തു, പിന്നെ ചൂടുവെള്ളത്തിലിട്ട് കുതിർത്തു. ഇനി നമ്മളത് ഫ്രൈ ചെയ്യാൻ പോവുകയാണ്. ഞാൻ എന്താ ഒരു പ്രാവശ്യം വെള്ളത്തിൽ നിന്ന് പിഴിഞ്ഞു വെച്ച സോയാബീനാണ് ഇത്. ഞാൻ പറഞ്ഞു വലിയ സോയാബീനാണ് എങ്കിൽ നമുക്ക് ഈ ബീഫിൻ്റെ പീസസൊക്കെ പോലെ നമ്മളുടെ ആവശ്യത്തിന് വലുപ്പത്തിന് ഇത് കട്ട് ചെയ്ത് നമുക്ക് എടുക്കാം. ഇതിപ്പോൾ ഞാൻ ചെറിയ സോയാ ബോളാണ് മേടിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ബീഫ് പോലെയൊക്കെ നമുക്ക് ഉണ്ടാക്കാം. ഇത് ചെറിയ സോയാബീൻ ആയതുകൊണ്ട് ഇത് ഡയറക്റ്റായിട്ട് ഇട്ടാൽ മതി. അപ്പോൾ ഇത് നമുക്ക് ഒന്നുകൂടി പിഴിഞ്ഞിട്ടാണ് ഞാൻ ഇടുന്നത് കേട്ടോ. ഇത് കുറച്ച് ഒരു വെള്ളമയമൊക്കെ വേണമെന്നുള്ളവർ ഇനി അധികം ഇത് പിഴിയണമെന്നില്ല. പക്ഷേ എൻ്റെ കുട്ടികൾക്ക് ഇത് കുറച്ച് ഡ്രൈ ആയിട്ടാണ് ഇഷ്ടം. അതുകൊണ്ട് ഞാനിത് ഒന്നുകൂടി നന്നായിട്ട് പിഴിഞ്ഞിട്ടാണ് ഇടുന്നത്. ഇതാ ഞാൻ രണ്ടാമതും പിഴിഞ്ഞ സോയാബീൻ ഫുള്ള് ഞാനിതാ ചീനച്ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ഞാനിതൊന്ന് അടച്ചു വയ്ക്കും. അപ്പോൾ ഇനി ഇതിനകത്തുള്ള വെള്ളം ഊറി ഇതെല്ലാം കൂടി ഒന്ന് നന്നായി പിടിക്കും. നന്നായി ഇളക്കി കൊടുക്കുക. ആ മസാലയൊക്കെ സോയാബീനിലോട്ടും പിടിക്കാൻ പാകത്തിന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇതാ ഇത് വലിയ ചീനച്ചട്ടി ആയതുകൊണ്ട് എനിക്ക് ഇതിന് പാകത്തിനുള്ള അടപ്പൊന്നുമില്ല. അപ്പോൾ എൻ്റെ ഇഡ്ഡലിപ്പാത്രം വലിയ ഇഡ്ഡലിപ്പാത്രമാണ്. എൻ്റെ ഇഡ്ഡലി പാത്രത്തിൻ്റെ അടപ്പ് ഇതിന് നല്ല സ്യൂട്ടബിളാണ്. ഇടയ്ക്ക് കുട്ടികൾ വരുന്ന ചലപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇടയ്ക്ക് ഒന്ന് വിട്ടു പോകുന്നത്. ഇതാ ഞാൻ എൻ്റെ ഇഡ്ഡലി പാത്രത്തിൻ്റെ അടപ്പ് വെച്ച് ഇത് അടച്ച് ലോ ഫ്ലെയിമിലിടുവാണ്. ഇടയ്ക്കിടയ്ക്ക് വന്ന് ഒരു 10 മിനിറ്റിനടുത്ത് വന്ന് ഇടയ്ക്കിടയ്ക്ക് ഞാനിത് ഇളക്കി കൊടുക്കും. നല്ല തീരെ കുറഞ്ഞ ഫ്ലെയിമിലാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ ആദ്യം യൂസ് ചെയ്ത എണ്ണ മാത്രമാണ് ഞാൻ യൂസ് ചെയ്തേക്കുന്നത്. പക്ഷേ ചൂട് കട്ടിയുള്ള ചീനച്ചട്ടി ആയതുകൊണ്ട് അത് അടിയിൽ പിടിക്കില്ല. അപ്പോൾ നിങ്ങളും ഇത്രയും ഇത് ഒന്ന് ഫ്രൈ ആക്കണമെന്നുണ്ടെങ്കിൽ നല്ല കട്ടിയുള്ള പാത്രത്തിൽ തന്നെ വയ്ക്കുക. എന്നിട്ട് ഫ്ലെയിം കുറച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ മൂടി വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക. ലാസ്റ്റ് ആകുമ്പോഴത്തേക്കും കുറച്ച് നേരം തുറന്നിട്ട് തന്നെ നമുക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് എടുക്കാവുന്നതാണ്. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ കുട്ടികൾക്ക് കുറച്ചുകൂടെ നന്നായി ഡ്രൈ ആവുന്നതാണ് ഇഷ്ടം. അപ്പോൾ ഞാൻ ഏറ്റവും ചെറിയ 3 അടുപ്പുള്ള ഗ്യാസ് സ്റ്റൗവാണ്. അതിൽ ഏറ്റവും ലോ ഫ്ലെയിം വരുന്നതിൽ വീണ്ടും ലോ ഫ്ലെയിം ആക്കിയിട്ടിട്ടാണ് ഞാനിത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ എൻ്റെ കുറച്ച് നേരം കൂടെ ഏകദേശം ഞാനൊരു ½ അവറോളം ഇതിങ്ങനെ ലോ ഫ്ലെയിമിൽ ഇട്ടേക്കും. ഇളക്കി ഇടയ്ക്കിടയ്ക്ക് കൊടുക്കും. എന്നിട്ട് നന്നായി ഡ്രൈ ആയി കഴിയുമ്പോഴത്തേക്കും ഇത് യൂസ് ചെയ്യാവുന്നതാണ്. ഇത് കണ്ടോ. ഇപ്പോൾ ഇതിൻ്റെ ഒരു പാകം എന്ന് പറയുന്നത് ഇതാ ഇങ്ങനെയാണ്. ഈ രീതിയിലും ഒരുപാട് പേര് ഇത് യൂസ് ചെയ്യുന്നുണ്ട്. മിക്കവർക്കും തന്നെ അറിയാവുന്ന ഒരു റെസിപ്പി ആയിരിക്കും. എങ്കിലും ഞാൻ കുട്ടികൾക്ക് ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ഫുഡ്, എൻ്റെ കുട്ടികൾക്ക് ടേസ്റ്റ് ആയിട്ട് ഇഷ്ടമുള്ളൊരു ആഹാരമാണ് അത് ഉണ്ടാക്കിയപ്പോൾ ഞാനൊരു വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. ഞാനിത് ഡ്രൈ ആയതിന് ശേഷം ഒന്നുകൂടി കാണിക്കാം. ഉരിഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കിനി ഇത് കുട്ടികൾക്ക് കൊടുക്കാം. നല്ല ടേസ്റ്റാണ്, കുട്ടികൾക്ക് വളരെ ഇഷ്ടമാണ്. ഇപ്പം എൻ്റെ കുട്ടികളുടെ ഒന്നും സ്കൂളിൽ നോൺ വെജ് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ അതിന് പകരമായിട്ട് അവർ ഈ സോയാബീൻ ഉണ്ടെങ്കിൽ ഭയങ്കര ടേസ്റ്റായിട്ട് ഫുഡ് കഴിച്ചോളും. ആക്ച്വലി ഇത് ഞാൻ ഇപ്പോൾ രാത്രിയാണ് ഇത് ഉണ്ടാക്കുന്നത്. നാളെ ഉച്ചത്തേക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് കൊടുത്തു വിടാൻ വേണ്ടിയിട്ടാണ്. കാരണം രാവിലെ ഇത്ര ടൈം ഇട്ട് നമുക്കിത് ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റില്ല. അപ്പോൾ ഡീപ്പ് ഫ്രൈ ആണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇതിനി നാളെ രാവിലെ ഒന്നുകൂടി എടുത്തിട്ട് ഞാനിതൊന്നുകൂടി ഒന്ന് ഫ്രൈ ചെയ്യും. എന്നിട്ടാണ് കുട്ടികൾക്ക് കൊടുത്തു വിടുന്നത്. ഫ്രൈ ചെയ്യുക മീൻസ് കുറച്ച് സമയം ഇതുപോലെ ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് ഇളക്കി കൊടുക്കും. ഇത് ഒരു പുതിയ ചാനലാണ് കളർഫുൾ ക്ലൗഡ്സ്. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ എൻകറേജ് ചെയ്യുക, പ്രോത്സാഹിപ്പിക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.